മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ഇത് മനുഷ്യ അവസ്ഥയെപ്പറ്റിയുള്ള ദൈവത്തിൻ്റെ ഒരു തോന്നലാണ്, തീരുമാനമാണ്, പ്രസ്താവനയാണ്, സാക്ഷ്യമാണ്. അതുകൊണ്ട് തീർച്ചയായും അതിന് വലിയ വില കൽപ്പിക്കേണ്ട ആവശ്യമുണ്ട്. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ് എന്ന് നാം ചെറുപ്പം മുതലേ കേൾക്കുകയും നമ്മുടെ അനുഭവത്തിൽ അത് അന്വർത്ഥമാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. മനുഷ്യനെ ഒറ്റപ്പെടുത്തുക എന്നത് സാമൂഹ്യമായൊരു ശിക്ഷയായിട്ടാണ് നാം കാണുന്നത്. എന്നാൽ അതേസമയം തന്നെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഓരോ വ്യക്തിയും അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഏറ്റവും അർത്ഥഗാംഭീര്യമുള്ള നിമിഷങ്ങളിൽ ഏകനായിരിക്കും അല്ലെങ്കിൽ ഏകയായിരിക്കും. അത് വളരെ പ്രത്യേകതയുള്ള ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അതേസമയം തന്നെ മനുഷ്യൻ ഏകനല്ലാതിരിക്കുന്നതും നന്നല്ല. മനുഷ്യന് എത്രമാത്രം കൂട്ടായ്മയ്ക്ക് ആവശ്യമുണ്ടോ, മറ്റുള്ളവരുമായുള്ള സംസർഗം ആവശ്യമുണ്ടോ, ഫെലോഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്, കോംറേഡ്ഷിപ്പ്, കമ്മ്യൂണിയൻ, കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിറ്റി എന്നൊക്കെ ഈ വാക്കുകളൊക്കെയും മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുന്നു. ഒരു ലളിതമായ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ തനിച്ച് ഒരു ഭവനത്തിൽ വീട്ടിൽ താമസിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ എത്ര ധൈര്യമുള്ളവനാണെങ്കിലും രാത്രിയിൽ മനസ്സിലൊരു ചെറിയ അങ്കലാപ്പ് അനുഭവപ്പെടും. അതേസമയം നിങ്ങളുടെ കൂടെ ഒരു കൈക്കുഞ്ഞ് ഉണ്ട് എന്ന് വിചാരിക്കും. 3 മാസം പ്രായമുള്ള കുഞ്ഞ്, 6 മാസം പ്രായമുള്ള കുഞ്ഞ്, അതിന് മുട്ടിന്മേൽ ഇഴയാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു അങ്കലാപ്പും ഭയവും ഉണ്ടാകുകയില്ല. അത് അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്. ഈ കുഞ്ഞിന് നിങ്ങളെ ഏതെങ്കിലും വിധത്തിൽ സംരക്ഷിക്കുവാൻ സാധ്യമല്ല. കള്ളൻ നിങ്ങളുടെ വീട്ടിൽ കയറി ആ സമയത്ത് കുഞ്ഞിനോട് പറയാനൊക്കത്തില്ല, ഈ കള്ളനെ ഒന്ന് പിടിച്ച് കെട്ട്, അല്ലെങ്കിൽ കള്ളൻ എന്നെ വന്ന് ആക്രമിക്കാതെ കാത്തു സൂക്ഷിക്കുക. ചിലർക്കൊക്കെ ഭൂതപ്രേത പിശാചുക്കളെ പേടിയുണ്ട്. അപ്പോൾ അങ്ങനെ ഭൂതമോ പ്രേതമോ പിശാചുവോ വരുമ്പോൾ കുഞ്ഞിനോട് പറയാൻ സാധ്യമല്ല, ദയവായി ഈ പിശാചിനെ, ഈ ഭൂതത്തെ ഒന്ന് ഓടിച്ചതാണ്. ഈ കുഞ്ഞിന് വാസ്തവത്തിൽ ഒന്നും നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയില്ല. എങ്കിലും ആ ഒരു ശിശുവിൻ്റെ സാമീപ്യം നിങ്ങൾക്ക് വളരെയധികം ആശ്വാസവും അതിലേറെ ധൈര്യവും പകർന്നു തരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാണ്, പക്ഷേ അനുഭവവേദ്യമാണ്. അപ്പോൾ തീർച്ചയായും ദൈവത്തിൻ്റെ ഈ ഒരു തിരിച്ചറിവിൽ ഒരു വലിയ സത്യമുണ്ട്, ഇല്ല എന്ന് പറയാൻ സാധ്യമല്ല. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, സ്ത്രീ ഏകയായിരിക്കുന്നത് നന്നല്ല. ആരും അവരിൽ തന്നെ പൂർണ്ണതയുള്ളവരല്ല. ഈ വ്യക്തിപരമായ അപൂർണത എന്ന അടിസ്ഥാനത്തിലാണ് മനുഷ്യബന്ധം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആധുനിക ലോകത്തിൽ മനുഷ്യൻ അവന് തന്നെ പോരുന്നവനാണ്. ഇൻഡിവിജ്വൽ സെൽഫ് സഫിഷ്യൻസി എന്ന് പറയും. ദി ഓട്ടോണമസ് ആൻഡ് സെൽഫ് സഫിഷ്യൻറ്റ് ഇൻഡിവിജ്വൽ. എനിക്കാരെയും ആശ്രയിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. ആരെങ്കിലും ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം അപൂർണമാണ് എന്നെനിക്ക് തോന്നാറില്ല. എൻ്റെ ജീവിതം പൂർത്തീകരിക്കാൻ മറ്റൊരു വ്യക്തിയുടെ സാന്നിധ്യമോ സഹായമോ എനിക്ക് ആവശ്യമില്ല എന്നത് ആധുനിക മനുഷ്യൻ്റെ ഒരു പ്രത്യേകമായ ഭ്രമമാണ് എന്ന് ആധുനിക സംസ്കാരത്തെപ്പറ്റിയും ഈ സംസ്കാരത്തിൽ ജീവിക്കുന്ന ആളുകളെപ്പറ്റി ആഴത്തിൽ ചിന്തിച്ചിട്ടുള്ള എല്ലാ ചിന്തകരും 20-ാം നൂറ്റാണ്ടിൽ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളിൽ വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുള്ളതാണ്.
ദി ഓട്ടോണമസ് സെൽഫ് കണ്ടെയ്ൻഡ് ഇൻഡിവിജ്വൽ. അതിൻ്റെ ഫലമായിട്ടാണ് സമൂഹം ഒരു 10,000 നുറുക്ക് കഷ്ണങ്ങളായി മുറിഞ്ഞു പോയത്. ആറ്റമൈസ് സൊസൈറ്റി എന്ന് പറയും. അതിൽ വസിക്കുന്നവർ ഏകാന്തരാണ്. ഏകാന്തരം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അതിന് എലോൺനെസ് എന്ന വാക്കാണ്. സോളിറ്റ്യൂഡ് എന്ന വാക്കല്ല, എലോൺനെസ്. ആരോടും ബന്ധം പുലർത്തുവാൻ കഴിയാതെ ഏതാണ്ട് അടച്ച് വച്ചിരിക്കുന്ന ഒരു, അല്ലെങ്കിൽ മൂടിയിട്ട ഒരു ശവക്കോട്ട പോലെ, അല്ലെങ്കിൽ ഒരു ശവകുടീരം പോലെ വ്യക്തികൾ അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. എനിക്ക് നല്ല ഓർമ്മയുള്ളൊരു കാര്യം, 1994 ഒരു കോൺഫറൻസിന് വേണ്ടി ജർമ്മനിയിലുള്ള സ്റ്റുട്ട്ഗാർട്ടിൽ എനിക്ക് പോകേണ്ടി വന്നു. അപ്പോൾ അവിടെ എനിക്ക് കോൺഫറൻസ് 3 ദിവസമാണ്. അതിനുശേഷം ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ അവിടെ താല്പര്യം കൊണ്ട് ഞാൻ ഏകദേശം ഒരാഴ്ചയിൽ കൂടുതൽ അധികമായി താമസിക്കാനിടയായി. ആ സമയത്ത് ആ പട്ടണത്തിൽ സംഭവിച്ച ഒരു കാര്യം എൻ്റെ സുഹൃത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അവിടുത്തെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ വസിച്ചുകൊണ്ടിരുന്ന വയസ്സുള്ള ഒരു വ്യക്തി, 75-76 വയസ്സുള്ള വ്യക്തി ഏകനായി താമസിക്കുകയാണ്. അദ്ദേഹത്തെ സന്ദർശിക്കാനായിട്ട് ഒരു സുഹൃത്ത് ചെന്നപ്പോൾ ബെല്ലടിച്ചിട്ട് ആരും പ്രതികരിക്കുന്നില്ല. അപ്പോൾ ജനലിൽ കൂടെ ഒന്ന് എത്തി നോക്കിയപ്പോൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ടെലിവിഷൻ ഓണാണ്. അദ്ദേഹം മരിച്ച് ആ കസേരയിൽ അതുപോലെ ഇരുന്ന്. അപ്പോൾ 2-3 ദിവസം മരിച്ച് പഴക്കമായ ശവം ഏകനായി എപ്പോഴും ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുക. ഇതെന്നെ നന്നേ ചിന്തിപ്പിച്ചു. ആധുനിക മനുഷ്യൻ്റെ അവസ്ഥ ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ കാലത്ത് വയോധികരായ ആളുകൾക്ക് ഇതൊരു വലിയ പ്രശ്നമാണ്. വലിയ വലിയ ജോലി തിരക്കുകളുടെ ഇടയിൽ ജീവിക്കുന്ന ഈ തലമുറയ്ക്ക് പ്രായമുള്ളവരോട് അവർക്ക് വേണമെന്ന് വിചാരിച്ചാൽ തന്നെയും കൂടെ ചേർന്ന് സമയം കഴിപ്പാനോ അവരെ കരുതുവാനോ അവരോട് സംഭാഷണം നടത്തുവാനോ അവരിൽ നിന്ന് കേൾക്കുവാനോ അവരോട് പറയുവാനോ ഒന്നും സാവകാശമില്ല. ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം നാം എല്ലാവരും കൂടെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ലോകത്തിൽ ആർക്കും ഒന്നിനും സമയമില്ല. എല്ലാവരും വാലിൽ തീ പിടിച്ച പോലെ ഓടുകയാണ്. അതുകൊണ്ട് ഓടുന്നവരും ഓടാതിരിക്കുന്നവരുമെല്ലാം ഏകരാണ്. അവർ ഈ സ്റ്റുട്ട്ഗാർട്ടിലെ ഞാൻ അന്ന് കണ്ട, അല്ലെങ്കിൽ കണ്ടില്ല, കേട്ട ഈ സംഭവം പോലെ മരിച്ചു കഴിഞ്ഞിട്ടും ഏകനായിരുന്ന് ടെലിവിഷൻ കാണുകയാണ് എന്ന അവസ്ഥയാണ്. അപ്പോൾ മനുഷ്യൻ ഏകനായിരിക്കുന്നു. എന്നാൽ ഈ മനുഷ്യൻ ഏകനായിരിക്കുന്നു എന്നത് നാം ഉദ്ദേശിക്കുന്നത് പോലെ വലിയൊരു ശാപമാകേണ്ട കാര്യമില്ല. അതാണ് എനിക്ക് പ്രത്യേകമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. എൻ്റെ ചിന്തയിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ പരിശോധിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അർത്ഥവത്തായ അനുഭവങ്ങളിൽ ഞാൻ വളരെ സന്തോഷം തുളുമ്പി നിൽക്കുന്ന ഏകാന്തത അനുഭവിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഞാനൊരു പുസ്തകം എഴുതുമ്പോൾ, അങ്ങനെ ഒരു സോക്കേട് എനിക്കുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. ഞാനിപ്പോൾ പുസ്തകങ്ങൾ എഴുതാറില്ല, കാരണം ആരും വായിക്കത്തില്ല എന്നതുകൊണ്ട് തന്നെ. ഇക്ലി പുസ്തകങ്ങൾ എഴുതിയാൽ അനേകം ആളുകൾ വായിക്കും, പക്ഷേ ചിന്തകളുള്ള പുസ്തകങ്ങൾ എഴുതിയാൽ അധികം മാർക്കറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം ഒരു ചാനലിൽ കൂടെ ചില ചിന്തകളെ ഇവരുമായി പങ്കിടാമെന്ന് അവസാനമായി മനസ്സോടെ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ പുസ്തകങ്ങൾ എഴുതുന്ന കാലത്ത് എഴുത്താരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകം എന്നെ സംബന്ധിച്ചിടത്തോളം അപ്രത്യക്ഷമാകുകയാണ്. മറ്റൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെടുവാൻ സാധ്യമല്ല. ഞാൻ ആത്യന്തികമായും അതിമനോഹരമായും ഏകാന്തനാണ്. ആ ഏകാന്തത ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ്. അപ്പോൾ ഞാൻ പറയും, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതാണ്, വളരെ നല്ലതാണ്, വളരെ അധികം നല്ലതാണ് എന്ന് ഞാൻ പറയേണ്ടി വരും. അതുപോലെ തന്നെ ഞാൻ ജനിച്ചപ്പോൾ ഞാൻ ഏകനായി ജനിച്ചു. ഞാൻ മരിക്കുമ്പോഴും ഏകനായി തന്നെ കടന്നു പോകും, യാതൊരു സംശയവുമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സാഹസികമായ നിമിഷങ്ങളിൽ ഞാൻ ഏകനായിരുന്നു. ആരും എൻ്റെ കൈപിടിച്ച് നടത്തിയിട്ടല്ല. എൻ്റെ ജീവിതത്തിൽ
അവിസ്മരണീയമായ അനുഭവങ്ങളിൽ കൂടെ ഞാൻ കടന്നു പോയപ്പോൾ ആ നാളുകൾ ഞാൻ കഴിച്ചു കൂട്ടിയത്. കാരണം ആ നിലയിലേക്ക് കടന്നു വരുവാൻ മറ്റാർക്കും കഴിയുകയില്ല എന്നതുകൊണ്ട് തന്നെ. അതുകൊണ്ട് 1000 പേരുടെ അകമ്പടിയോടുകൂടെ എവറസ്റ്റ് കയറാം എന്ന് ആരും വിചാരിക്കരുത്. എന്നാൽ എവറസ്റ്റ് കയറുമ്പോഴും 3, 4, 5, 6 പേര് കൂടെ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. ഇല്ല എങ്കിലും ബൗദ്ധികവും ആധ്യാത്മികവുമായ എവറസ്റ്റ് കയറുവാൻ സാധിക്കും എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ യേശുവിൻ്റെ അനുഭവം ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ അത് കുറച്ചുകൂടെ വ്യക്തമായി തീരും. എന്തുകൊണ്ടാണ് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭകാലത്ത് ഏകനായി മരുഭൂമിയിലേക്ക് വാങ്ങിപ്പോയത്? ആ ഏകാന്തത ഒരു ശിക്ഷയല്ല, ഒരു അനിവാര്യതയാണ്, ഒരു അനുഭൂതിയാണ്. അത് ഒരു വലിയ ശക്തിയാണ്, ഒരു ബലമാണ്. മനുഷ്യന് ഏതെങ്കിലും ആശയത്തെപ്പറ്റിയോ അനുഭവത്തെപ്പറ്റിയോ അവസ്ഥയെപ്പറ്റിയോ വ്യക്തത പ്രാപിക്കണമെങ്കിൽ അവൻ ഏകാന്തത വളരെ ആവശ്യമാണ്. ഏകാന്തതയേക്കാൾ അവനെ സഹായിക്കുന്ന മറ്റൊരു കാര്യവുമില്ല തന്നെ. അതുകൊണ്ട് യേശു മണലാരണ്യത്തിലേക്ക് വാങ്ങിപ്പോയത് ഒരു വലിയ ശിക്ഷയായിട്ടോ ശാപമായിട്ടോ ഒരു ദുഃഖമായിട്ടോ ഒന്നുമല്ല വേദപുസ്തകത്തിൽ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ഒരു വലിയ അനുഭവമായിട്ടാണ്, അത് ഒരു സാഹസികമായ ഒരവസ്ഥയായിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. അതുപോലെ തന്നെ തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന കാലത്ത് ഗെത്സമനത്തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ തൻ്റെ ശിഷ്യന്മാരിൽ ചിലരെ അവിടെ കൊണ്ടുപോകുന്നുണ്ട് നിശ്ചയം. പക്ഷേ തൻ്റെ ആ വേദനയുടെ അനുഭവത്തിൽ അവർ ശാരീരികമായി അടുത്തുണ്ട് എങ്കിലും അവർ യേശുവിൽ നിന്ന് വളരെ ദൂരത്തിലാണ്. യേശു ഏകാന്തനാണ്. അത് കുറേ കൂടെ വ്യക്തമാകുന്നത് അറസ്റ്റ് ചെയ്യപ്പെട്ട ശേഷം വിചാരണ, എന്താണ് പറയുന്നത്, ഏറ്റവും അപഹാസ്യമായ വിചാരണയ്ക്ക് വിധേയനായി ക്രൂശിന്മേൽ കയറുവാനിടയായി. ക്രൂശിതനായ യേശു ഏകനാണ്. എന്നാൽ ആ ഏകാന്തതയും സമാനതയില്ലാത്ത ഒരു വിശുദ്ധ സംസർഗമായി ഉയർത്തുവാൻ യേശുവിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് കുരിശിൽ നിന്ന് ഈ ലോകത്തിൻ്റെ മുഴുവനും അവസ്ഥയെ ഉൾക്കൊണ്ടുകൊണ്ട് 7 വാക്കുകൾ പറയാനിടയാകും. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായികയിൽ ഇവരോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥം അവർക്ക് മാത്രം ക്ഷമ വേണമെന്നല്ല, ക്ഷമ ആവശ്യമില്ലാത്ത ആരും ലോകത്തിലില്ല എന്ന യാഥാർത്ഥ്യം സൂചിപ്പിക്കുവാനാണ്. അങ്ങനെ ക്രൂശിൽ 3 കിടന്ന് അസഹനീയമായ വിഭാവന ചെയ്യാൻ പറ്റാത്ത വേദനയുടെ മധ്യത്തിലും യേശു തൻ്റെ പിതാവിൻ്റെ സാമീപ്യം അറിഞ്ഞിരുന്നു. അതുകൊണ്ട് പിതാവേ, എൻ്റെ ആത്മാവിനെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അത് തൻ്റെ സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ മുഖാമുഖമായി സംസാരിക്കുന്നത് പോലെ തന്നെയാണ് യേശു പറയുന്നത്. അപ്പോൾ നാം ഏകാന്തതയിലാണ് എന്ന് ലോകത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ തോന്നുന്ന അവസരത്തിൽ പോലും നാം ഏകരായിരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് സൂചിപ്പിച്ചല്ലോ, ഞാനൊരു പുസ്തകം എഴുതുന്ന അനുഭവത്തിൽ ഞാൻ ഏകാന്തതയിലാണ് എന്നത് ഒരർത്ഥത്തിൽ ശരിയാണെങ്കിലും മറ്റൊരർത്ഥത്തിൽ അത് വലിയ തെറ്റാണ്. കാരണം ആ സമയത്താണ് ഞാൻ ഏറ്റവും നല്ല കൂട്ടായ്മ, ഏറ്റവും മഹനീയമായ കൂട്ടായ്മ അനുഭവിക്കും. കാരണം ഞാൻ ആ സമയത്ത് ആശയങ്ങളുടെ ഒരു ലോകത്തിലാണ്. ആശയങ്ങളുടെ ലോകത്തിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക് കഴിഞ്ഞ നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി ഈ ഭൂമിയുടെ പരപ്പിൽ വിശിഷ്ടമായ ജീവിതം നയിച്ച് മനുഷ്യരാശിയുടെ ബൗദ്ധികമായ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് അവിസ്മരണീയമായ സംഭാവനകൾ നൽകി അമർത്യമായ അവസ്ഥയിലേക്ക് പ്രവേശിച്ച അനേകം എണ്ണമറ്റ മഹാരഥന്മാരുടെ സംസർഗമുണ്ടാകും. ആ പ്രത്യേകമായ അനുഭൂതിയിൽ നിന്ന് മാത്രമേ അർത്ഥവത്തായൊരു പുസ്തകത്തിൻ്റെ രചന നടത്തുവാൻ സാധ്യമാകുകയുള്ളൂ.
അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് നല്ല കാര്യങ്ങളൊന്നും താല്പര്യമില്ലാതെ ഏതാണ്ട് മൃഗസമാനമായി തിന്നു കുടിച്ചു കിടന്നു ഉറങ്ങി പിന്നെയും ഇതേ റുട്ടീൻ തന്നെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു 10 ലക്ഷം പേരുടെ കൂടെ നിന്നാലും അതിന് യാതൊരു വിലയുമില്ല എന്നാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം. അപ്പോൾ സുഹൃത്തുക്കളെ, എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ഏകാന്തത ഇന്നല്ലെങ്കിൽ നാളെ അനുഭവിച്ചേ മതിയാകുകയുള്ളൂ. പക്ഷേ ഏകാന്തതയല്ല പ്രശ്നം. ഏകാന്തതയെ പ്രശ്നമാക്കുന്ന ഒരു മനോഭാവമുണ്ട്, ഒരു അവസ്ഥയുണ്ട്. നാം ആ അവസ്ഥയിൽ, ആ മനോഭാവത്തിൽ കഴിയുന്നവരാണോ എന്നതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കണം. ഇപ്പോൾ യേശുവിനെ സംബന്ധിച്ചിടത്തോളം മരുഭൂമിയിലേക്ക് പോയി. അവിടെ പോയത് അവർണ്ണനീയമായൊരു ആത്മീയ അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാനാണ്. എന്നാൽ അങ്ങനെയൊന്നുമില്ലാതെ ചുമ്മാതെ മരുഭൂമിയിൽ പോയി അവിടെ 40 പകലും 40 രാവും ഒന്നും കഴിക്കാതെ ഇരുന്നു. അത് വെറും നരകമാണ്. അതുകൊണ്ട് ആ ഏകാന്തത നരകതുല്യമാണ്. പക്ഷേ അത് ഏകാന്തതയുടെ പ്രശ്നമല്ല. ആ ഏകാന്തതയെ നരകതുല്യമാക്കുന്ന ഉള്ളുപൊള്ളയായ അനുഭവ ഇല്ലാത്ത വ്യക്തിത്വത്തിൻ്റെ സമ്പത്തില്ലാത്ത ഒരവസ്ഥയുടെ പ്രശ്നമാണ്. നമുക്കറിയാം, നമ്മുടെ ഈ ലോകത്തിലെ അന്തിമ നിമിഷവും ഏകാന്തതയാണ്, മരണസമയം. എത്ര പേരൊക്കെ നമ്മുടെ മരണ കിടക്കയ്ക്ക് ചുറ്റും നിന്നാലും, ഞാനിത് അനുഭവിച്ചിട്ടല്ല പറയുന്നത്, ഇത് മനസ്സിൽ വളരെ വ്യക്തമായി വിഭാവന ചെയ്തുകൊണ്ട് ഞാൻ സംസാരിക്കുകയാണ്. എത്ര പേരൊക്കെ, എത്ര സ്നേഹമുള്ളവർ, നമ്മോട് കരുതലുള്ളവർ, നമ്മെ വിലമതിക്കുന്നവർ, സ്നേഹിക്കുന്നവർ നമ്മുടെ മരണക്കിടയ്ക്ക് ചുറ്റും നിന്നാലും അന്തിമ നിമിഷത്തിൽ നാം പരിപൂർണമായും ഏകരായിരിക്കും. കാരണം നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങളും സെൻസസ് അത് അടഞ്ഞ് ഭൂമി, നമുക്ക് ചുറ്റുമുള്ള ലോകത്തോടുള്ള ബന്ധം 100% അറ്റുപോകുന്ന ഒരവസ്ഥ. അതിനുശേഷമാണ് ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകുന്നത്. അപ്പോൾ ആ ഒരവസ്ഥയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ ചുറ്റും ഈ ലോകം മുഴുവനും തടിച്ചു കൂടിയാലും നമുക്കതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. വി വിൽ ബി സുപ്രീംലി അലോൺ. അതാണ് ഏറ്റവും ആത്യന്തികമായ ഏകാന്തത. അങ്ങനെയുള്ള അനുഭവത്തെ കൈകാര്യം ചെയ്യുവാനുള്ള ശക്തി ആർജിക്കുക നമ്മുടെ ആവശ്യകതയാണ്. പക്ഷേ നാം ഇതുവരെ ജീവിച്ച വിധം, നാം വച്ചു പുലർത്തിയ സങ്കല്പങ്ങളനുസരിച്ചായിരുന്നു. ആ സങ്കല്പങ്ങളോ ഏകാന്തത ഒരു വലിയ ശാപമാണ്, അതൊരു ശിക്ഷയാണ്. ഈ കാലത്ത് പലരും, പ്രത്യേകിച്ച് എന്നോട് സ്നേഹവും ബഹുമാനവുമുള്ള ചില സ്ത്രീകൾ എന്നോട് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, അയ്യോ താങ്കൾക്ക് ഇങ്ങനെ വന്നു പോയല്ലോ, ഒരു കാലത്ത് എല്ലാവരും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത് താൻ ഈ ഒരു പണിക്കിറങ്ങി ഇപ്പോൾ എല്ലാവരും കൈയൊഴിഞ്ഞ് തങ്ങളെ കണ്ടാൽ ആളുകൾ ഓടി രക്ഷപ്പെട്ടു അങ്ങനെ ചിന്തിക്കുന്നൊരവസ്ഥയിലേക്ക് താൻ എല്ലാവരും കൈ ഒഴിഞ്ഞല്ലോ, ഈ വാക്കാണ് പലരും ഉപയോഗിക്കുന്നത്, കൈ ഒഴിഞ്ഞല്ലോ, ഒറ്റപ്പെടുത്തിയില്ലേ, ഒറ്റപ്പെട്ടു പോയില്ലേ. ഞാൻ എല്ലാവരോടും സത്യസന്ധമായി പറയുന്നു, എനിക്ക് അങ്ങനെ ഒരു തോന്നലേ ഇല്ല. കാരണം നാം ഒരു ദൗത്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ ആ ദൗത്യത്തിൻ്റെ പ്രത്യേകതയനുസരിച്ച് നമുക്ക് ചുറ്റുമുള്ള ആളുകൾ നമ്മോട് പ്രതികരിക്കും. അത് എല്ലാവരുടെയും കൈയടി വാങ്ങിക്കാനുള്ള ദൗത്യമാണെങ്കിൽ അത് ഒരു വഴിക്ക് പോകും. അല്ല, മനുഷ്യരാശിക്ക് അല്പമെങ്കിലും നന്മ വരത്തക്കവണ്ണം പ്രവർത്തിക്കാനുള്ള ദൗത്യമാണെങ്കിൽ അത് മറ്റൊരു വഴിക്ക് പോകും. മനുഷ്യരാശിയുടെ പ്രത്യേകത കൊണ്ട് ആരവർക്ക് നന്മ ചെയ്യാൻ വരുന്നു അവരെയാണ് ഏറ്റവും കൂടുതലായി മനുഷ്യർ വെറുക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത്. അതും യേശുവിൻ്റെ ക്രൂശീകരണം നമ്മെ വിളിച്ചറിയിക്കുന്ന ഒരു സാർവലൗകികമായ, ഒരിക്കലും മാറ്റം വരാത്ത സത്യമാണ്. മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണത്. പൊന്തിയോസ് പീലാത്തോസ് അന്നത്തെ യഹൂദന്മാരുടെ മുൻപിൽ യേശുവിനെയും ബറബാസിനെയും അവതരിപ്പിച്ചുകൊണ്ട്, നിങ്ങൾക്ക് ആരെ വേണം, നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കും? ഞങ്ങൾക്ക് ബറബാസിനെ മതി, യേശുവിനെ ക്രൂശിച്ച് കളക.
അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളിലും വരട്ടെ. ഇത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യത്തെ കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ അല്പം പക്വതയുള്ള ആളുകൾ ദൗത്യബോധത്തോടെ പ്രവർത്തിക്കുവാനായി മുന്നോട്ട് വരികയുള്ളൂ എന്ന് ഏവരും മനസ്സിലാക്കും എന്നാണ് എനിക്ക് പ്രതീക്ഷ. അതുകൊണ്ട് മനുഷ്യൻ്റെ കണ്ണിൽ എത്രമാത്രം ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നിയാലും അത് ഒറ്റപ്പെടുത്തലല്ല, അത് ഒരു ദൗത്യത്തിന് വേണ്ടി നാം നിശ്ചയമായും കൊടുക്കേണ്ട വിലയാണ്. ആ വില കൊടുക്കാനായി നാം സന്തോഷത്തോടുകൂടെ മുന്നോട്ട് വരുമ്പോൾ നമ്മെ ഒരിക്കലും കൈവിടാത്തൊരു ദൈവമുണ്ട്. കണ്ടാലും ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിൻ്റെ കൂടെയുണ്ട് എന്ന് പറയുന്ന ഈ ഒരു പ്രസ്താവന വെറും വാക്കുകളല്ല, അത് അത്ഭുതാവഹമായൊരു യാഥാർത്ഥ്യമാണ് എന്നപ്പോൾ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ സാധ്യമാകുകയുള്ളൂ. എല്ലാവരുടെയും കൈയടി വാങ്ങിച്ചും എല്ലാവരുടെയും പ്രീതി ആർജിച്ചും അവരുടെയൊക്കെ ഇഷ്ടത്തിന് തുള്ളിയും ആത്മാർത്ഥമായ ജീവിതത്തിലൊരു നിലപാടെടുക്കാതെ സത്യം എന്താണ്, അസത്യം എന്താണ്, നീതി എന്താണ്, അനീതി ഏതാണ്, പൊള്ളത്തരം എന്താണ്, കാമ്പുള്ളത് എന്താണ്, പതിരെന്താണ്, എന്താണ്, ഇത് തമ്മിൽ യാതൊരു തിരിച്ചറിയുമില്ലാതെ ഒരിക്കലും ഒറ്റപ്പെടുന്ന അനുഭവത്തിലേക്ക് അങ്ങനെ ആൾക്ക് വരേണ്ടതില്ലെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ആ ജീവിതം കൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? അതിൻ്റെ അർത്ഥം എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ അപ്രകാരമുള്ളൊരു ജീവിതം നയിക്കേണ്ടി വരുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതാണ്, വളരെ നല്ലതാണ്. പക്ഷേ ഏകാന്തതയല്ല പ്രശ്നം. ഏകാന്തത അതിൽ തന്നെ ഒരു അനുഗ്രഹമല്ല. പിന്നെയോ ഏകാന്തതയെയും സ്വർഗീയമായ ഒരു സംസർഗമായി രൂപാന്തരപ്പെടുത്തുവാൻ പര്യാപ്തമായ ഒരു ആത്മീയമായ വ്യക്തിത്വം പ്രാപിക്കുക എന്നതാണ് ആത്മീയതയുടെ ഒരു വലിയ ലക്ഷ്യമെന്ന് യേശു നമ്മെ വ്യക്തമായി അറിയിച്ചിരിക്കുന്നത്. വേണ്ടതുപോലെ വ്യക്തതയിൽ മനസ്സിലാക്കിയ അപ്രകാരം ഇനിയുള്ള നമ്മുടെ നാളുകൾ പാഴും ശൂന്യമായതിൻ്റെ പുറകെ മാത്രം ഓടാതെ ലോകത്തിൻ്റെ മരീചികളുടെ പുറകെ ഓടി 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 കിതച്ച് മരിച്ചു പോകാതെ ഇപ്രകാരം അർത്ഥവത്തായ നിത്യത വരെയും നിലനിൽക്കുന്ന പ്രസക്തിയുള്ള ജീവിതവും അത് സംബന്ധമായ വ്യക്തിത്വം പ്രാപിപ്പാൻ ഞാൻ സ്നേഹിക്കുന്ന നിങ്ങളേവരും പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് വിനയമായി അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ നമസ്കാരം.